മറ്റേ പ്രീമിയറിൻ്റെ നമ്മൾ റാഡിക്കൽ റോസ് ചെയ്തു, അതുപോലെ തന്നെ നെറോലി ഓറഞ്ചർ. അതിനുശേഷം ഞാൻ വാങ്ങി വെച്ചൊരു പെർഫ്യൂമാണ് ഫ്രഞ്ച് ഫ്ലവർ. ഒരു പക്ഷേ റാഡിക്കൽ റോസിനേക്കാൾ എനിക്ക് റാഡിക്കൽ റോസ് ചെയ്തപ്പോൾ ഉണ്ടായ അതേ അനുഭവം തന്നെയാണ് എനിക്ക് ഫ്രഞ്ച് ഫ്ലവർ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായത്. എന്തൊരു ബ്രില്യൻ വർക്കാണ് ഇയാൾ ചെയ്യുന്നത്. അവരുടെ പെർഫ്യൂമിൻ്റെ പേര് ഒറോലിയൻ ഗ്രിഷാർഡ്. ഒരു മാസ്റ്റർ ക്ലാസ് വർക്കാണ് ഇയാൾ ഈ പെർഫ്യൂം ചെയ്തു വെച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈലാണ്. ഇതിൻ്റെ നോട്ട് വരുന്നത് ഫ്ലോറൽ സ്മെല്ലാണ് ഇതിൻ്റെ DNA. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഒരാൾ ചോദിച്ചു, ഓണം വരുന്നു, ഓണത്തിന് ഉപയോഗിക്കാൻ ഒരു ഫ്ലോറൽ പെർഫ്യൂം വേണം, ഈ ഒരു സീസൺ, ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു പെർഫ്യൂം റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത്. ഈ ഓണത്തിന് ഉപയോഗിക്കാൻ ഇതിലും ബെസ്റ്റ് ഒരു ഫ്ലോറൽ പെർഫ്യൂം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂമാണ് ഈ ഫ്രഞ്ച് ഫ്ലവർ. ഈ റാഡിക്കൽ റോസിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ ഒരു 100 ഇതൾ റോസാപ്പൂക്കൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫാമിൽ നട്ടു വളർത്തി അതിൽ നിന്നും റോസ് അബ്സല്യൂട്ട് എടുത്ത് സൃഷ്ടിച്ച പെർഫ്യൂമാണ് റാഡിക്കൽ റോസ്. അതുപോലെ തന്നെ ഫാം നടത്തി ഫാമിൽ ട്യൂബ്രോസ്, മലയാളത്തിൽ രജനീഗന്ധ. രജനീഗന്ധ എന്ന വാക്കിൻ്റെ അർത്ഥം രാത്രിയിൽ പൂക്കുന്ന പുഷ്പം എന്നാണ്. അപ്പം രാത്രിയിൽ പരിമളം പടർത്തുന്ന ഒരു മണമായിട്ടാണ് രജനീഗന്ധ അറിയപ്പെടുന്നത്. കദംബം എന്നും അറിയപ്പെടാറുണ്ട് ഈ ഒരു പൂവിനെ. അപ്പോൾ ഈ ഒരു പൂക്കൾ അദ്ദേഹത്തിൻ്റെ ഫാമിൽ നട്ടു വളർത്തി അതിൻ്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് ഈ ഒരു പെർഫ്യൂം അയാൾ മേക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് വളരെ നാച്ചുറലാണ്, പ്രകൃതിദത്തമാണ്, കൂടുതൽ സ്ട്രോങ് ആണ്, വളരെ പോട്ടൻ്റ് ആയിട്ടുള്ള ജ്യൂസാണ്, പെർഫോമൻസ് ഭീകരമാണ്, പ്രൊജക്ഷൻ അതിലേറെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു പെർഫ്യൂമിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ചേരുവയും ചേർത്ത് ഇണക്കിയ ഒരു പെർഫ്യൂമാണ് ഫ്രഞ്ച് ഫ്ലവർ. പേര് പോലെ തന്നെ ഫ്രാൻസിലെ ഗ്രാസിൽ നിന്നാണ് ഈ ഒരു പെർഫ്യൂം വരുന്നത് തന്നെ. ഒരു ഫ്രഞ്ച് ശൈലിയും വൈറ്റ് ഫ്ലോറലും എല്ലാം കൂടി ചേരുമ്പോഴുള്ള ഒരു പെർഫ്യൂമാണ് ഫ്രഞ്ച് ഫ്ലവർ. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് വന്നായിരുന്നു. ഒരുപാട് നീഷ് പെർഫ്യൂംസ് ഉള്ള എൻ്റെ ഒരു സുഹൃത്താണ്. ഒരു 1000-1500 പീസ് പെർഫ്യൂം ഉണ്ടാവും. അതിൽ 3/4% നീഷ് പെർഫ്യൂം തന്നെയാണ്. അപ്പോൾ എന്നെ കാണാൻ വന്ന സമയത്ത് ഞങ്ങൾ കുറേ കാര്യം ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞടാ, എനിക്കിപ്പോൾ ഇത്രയും പെർഫ്യൂം വാങ്ങിയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒന്നും എന്നെ ഇപ്പോൾ അങ്ങോട്ട് തൃപ്തിപ്പെടുത്തുന്നില്ല, ഒന്നിനൊരു വാവ് ഫാക്ടർ കിട്ടുന്നില്ല. കുറേ പെർഫ്യൂം ട്രൈ ചെയ്തു, പലതും ട്രൈ ചെയ്ത് ഇപ്പോൾ ആവർത്തന വിരസതയായിട്ട് മാറി. ഒന്നിനും ആ പഴയ ഒരു പുതുമയൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. പണ്ട് ഈ റോസ് ട്രൈ ചെയ്തപ്പോഴും, പണ്ട് ബ്ലൂഡേഷാന ട്രൈ ചെയ്തപ്പോഴും, പണ്ട് പല നീഷ് പെർഫ്യൂമായിട്ടുള്ള ലേട്ടൺ ട്രൈ ചെയ്തപ്പോഴും ഉണ്ടായിരുന്ന ആ പഴയ ആ ഒരു വാവ് ഫാക്ടർ എനിക്ക് മിസ്സായി. എവിടെയോ അതങ്ങ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് പെർഫ്യൂം ട്രൈ ചെയ്ത് മൂക്ക് പൊരുത്തപ്പെട്ടുകൊണ്ടായിരിക്കാം, മണങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ ഫെമിലിയർ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എവിടെ വെച്ചാൽ നമുക്ക് ആ ഒരു വാവ് ഫാക്ടർ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു യുണീക്ക് ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അല്ലെങ്കിൽ അടിക്കുമ്പോൾ തന്നെ ഒരെണ്ണം വാങ്ങണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്യാറുണ്ട്. കോംപ്ലിമെൻറ്റ് കിട്ടിയ കഥകളും റീസെൻ്റ്ലി അദ്ദേഹം ജോലിക്ക് പോയ സമയത്തുണ്ടായ അനുഭവങ്ങളൊക്കെ പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള പുതിയ പെർഫ്യൂമൊക്കെ വരുമ്പോൾ ഇവൻ വന്ന് ട്രൈ ചെയ്തിട്ട് ഒരു അഭിപ്രായങ്ങളൊക്കെ പറയും. ഈ പെർഫ്യൂമിൽ ഇന്ന മണമുണ്ട്, എൻ്റെ കയ്യിലുള്ള മറ്റൊരു പെർഫ്യൂമായിട്ട് ഈ പെർഫ്യൂമിന് സാമ്യമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഫ്രഞ്ച് ഫ്ലവർ ഞാൻ എടുത്ത് വെച്ചു. കുറച്ച് പെർഫ്യൂംസ് എൻ്റെ ഉണ്ടായിരുന്നു, മെമ്മോ പാരീസിൻ്റെ മധുരയൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7-8 പെർഫ്യൂം ട്രൈ ചെയ്തിട്ട് ഫ്രഞ്ച് ഫ്ലവർ ട്രൈ ചെയ്തപ്പോൾ ഇവൻ്റെ മുഖത്തെ റിയാക്ഷൻ ഞാൻ കണ്ടു. പുള്ളിക്കാരൻ കണ്ണൊക്കെ ഒന്ന് വിടർന്നു. അയ്യോ, ഇത് രക്ഷയില്ല കേട്ടോ, ഇതൊരു കിടിലം പെർഫ്യൂം, നമ്മുടെ റഡാറിൽ പെടാത്തയാണല്ലോ, ഒരു സിമ്പിൾ പെർഫ്യൂം, പക്ഷേ അയാൾക്ക് നന്നായിട്ട് വർക്കൗട്ടായി, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എടാ, ഇതിൻ്റെ വില എത്ര? ആദ്യം ചോദിച്ചതാണ്. ഇപ്പോൾ ഒരാളൊരു സാധനത്തിന് വില ചോദിക്കുമ്പോൾ അർത്ഥം എന്താ? എത്രമാത്രം അത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വാങ്ങാൻ തോന്നുന്നു എന്നതുകൊണ്ട് മാത്രമാണ് വില ചോദിക്കുന്നത്. അപ്പോൾ ചാടിക്കറി വില ചോദിച്ചു, എനിക്ക് ഈ പെർഫ്യൂം തരുമോ? ഞാൻ പറഞ്ഞു, ഞാനിത് റിവ്യൂ ചെയ്തിട്ടില്ല, റിവ്യൂ ചെയ്തിട്ട് പാർഷ്യൽ ഉണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രമാത്രം അവന് ഇഷ്ടപ്പെട്ടു ഈ ഒരു പെർഫ്യൂം. അതുപോലെ തന്നെ ഈ പെർഫ്യൂം വന്ന സമയത്ത് എൻ്റെ അമ്മ ഉറങ്ങുമായിരുന്നു. ഞാൻ മുറിയിൽ ഒരു സ്പ്രേ അടിച്ചു. ഒരു 5-6 സെക്കൻഡോട് അമ്മ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, ഈ പെർഫ്യൂം ഇപ്പോൾ വരെ പെർഫ്യൂം അടിച്ചായിരുന്നു, ഈ പെർഫ്യൂമിൻ്റെ മണമാണ് ഈ വരുന്നത്. ഉറങ്ങിക്കിടന്ന് അമ്മ ചാടി എഴുന്നേറ്റ് ഇതിൻ്റെ മണം കിട്ടിയിട്ട്. സോ അതുപോലെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വൈറ്റ് ഫ്ലോറൽ സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂം. ഇതിൻ്റെ DNA എന്ന് പറയുന്നത് വൈറ്റ് ഫ്ലോറൽ, ട്യൂബറോസ്, ഫ്രൂട്ടി, ആംബർ, സ്വീറ്റ്, ഫ്രഷ് ഗ്രീൻ, അനിമലിക്, ഫ്രഷ് സ്പൈസി, മസ്കി. പെർഫ്യൂമർ അറിയാലോ, അയാൾ ഇതിൻ്റെ ഒറേലിയൻ ഗ്രിഷാർഡ് തന്നെയാണ് ഇതിൻ്റെ ഓണറും വരുന്നത്. ഇനി ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് പെയർ, നൈജീരിയൻ ജിഞ്ചർ, ട്യൂബ്രോസ്, ഓറഞ്ച് ബ്ലോസം, ചൈനീസ് ടീ, ആംബ്രോക്സാൻ. ഇത്രയാണ് ഇതിൻ്റെ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ബോട്ടിൽ, മറ്റേ പ്രീമിയറിൻ്റെ ബോട്ടിലൊക്കെ എല്ലാം സെയിം തന്നെയാണ്. ബാച്ച് കോഡും കാര്യങ്ങളും കാണാം. കട്ടിയുള്ള ഗ്ലാസ് ബോട്ടിൽ, പ്ലാസ്റ്റിക് ക്യാപ്പ്, ഇതിന് കട്ടിയുണ്ട്. സ്പ്രെയർ, നല്ല സ്പ്രെയറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇവർ പെയറിൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ, പക്ഷേ നമ്മുടെ നാട്ടിൽ പെയർ ഫ്രൂട്ടിൻ്റെ നോട്ട് അത് കിട്ടുന്നില്ല. ജസ്റ്റ് ഓപ്പണിങ്ങിൽ ചെറിയൊരു ഫ്രൂട്ടി സ്മെല്ല് പോലെ വന്നിട്ടത് പോകും. അത് എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മണം നിങ്ങൾ ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഈ പെർഫ്യൂം വാങ്ങാൻ നിങ്ങൾ തോന്നും. നിങ്ങളൊരു ഫ്ലോറൽ പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ പെർഫ്യൂം നിങ്ങൾ ആദ്യത്തെ സ്പ്രേയിൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഫുൾ ബോട്ടിൽ വാങ്ങാൻ നിങ്ങളെ തോന്നിപ്പിക്കും. അതിൽ ഉറപ്പാണ്. അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ കുത്തി നിറച്ച് വെച്ചിരിക്കും. അതായത് ഇങ്ങനെ ഈ സോഡയിൽ ഗ്യാസ് നിറച്ച്
ഇങ്ങനെ പതഞ്ഞ് നിറഞ്ഞിരിക്കത്തില്ല, അത് പൊട്ടിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നൊരവസ്ഥ. അതുപോലെയാണ് ഇതിലെ പെർഫ്യൂം, ഇതിലെ പൂക്കൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ചീറ്റും മണങ്ങളുടെ ഒരു ബ്ലാസ്റ്റ് ആയിരിക്കും. വൈറ്റ് ഫ്ലോറൽ സ്മെല്ലിൻ്റെ ഒരു ബ്ലാസ്റ്റാണ്. അതിൽ ട്യൂബറോസ്, രജനീഗന്ധ എന്നൊരു പെർഫ്യൂം, ആ ഒരു മണത്തിനോട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു പെർഫ്യൂം അവർക്ക് ഹെവനായിരിക്കും. അതുപോലെ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഫ്ലോറൽ ബോംബ്. നിങ്ങൾ ആരടിച്ചിട്ട് പോയാലും ഈ മണം കിട്ടുന്നവർ നിങ്ങളൊന്ന് നോക്കും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള വൈറ്റ് ഫ്ലോറൽ ഒരു പെർഫ്യൂം. ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഒരു സീസൺ മുണ്ടൊക്കെ കൊടുത്ത്, ഇപ്പം ഞാൻ പറയുന്ന ഈ വീഡിയോ കാണുന്ന ഡിയർ ഗേൾസ്, നിങ്ങൾക്കും ഒരു ഫ്ലോറൽ പെർഫ്യൂം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമിൽ ഒന്നാണ് ഫ്രഞ്ച് ഫ്ലവർ. നിങ്ങൾ തീർച്ചയായും നിങ്ങളൊരു പെർഫ്യൂം നിങ്ങൾ ട്രൈ ചെയ്തേ പറ്റും. പൂക്കളുടെ മണങ്ങൾ ഇഷ്ടമുള്ളവർ, അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള പൂക്കൾ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫാമിൽ സ്വന്തം കൈകൊണ്ട് നട്ടു വളർത്തി അതിനെ പരിപാലിച്ച് അതിനെ വളർത്തിയെടുത്ത് അതിൽ നിന്ന് എക്സ്ട്രാക്ട് എടുത്ത് നിർമ്മിച്ച ഒരു പെർഫ്യൂമർ. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ നടന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്രമാത്രം വളരെ മെനക്കെട്ടിരുന്ന് ചെയ്ത ഒരു വർക്കാണ്. അതിന്റെ റിസൾട്ട് നമുക്ക് ഈ പെർഫ്യൂമിൽ കാണാൻ പറ്റും. ഇതിൽ ഗ്രീൻ ടീ, ചൈനീസ് ടീയുടെ ഒരു നോട്ട് കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെർബലാണ്. അതായത് കൊണ്ട് നമുക്ക് ഓഫീസിൽ ഉപയോഗിക്കാൻ പറ്റും. ഓഫീസിൽ ഉപയോഗിക്കാൻ മികച്ച ഒരു ഫ്ലോറൽ ഫ്രഷ് സെന്റ്. അതുപോലെ തന്നെ വെയിലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെയിലത്ത് അടിച്ചിട്ട് ഇറങ്ങാം. രാത്രിയിൽ ഉപയോഗിക്കാൻ പറ്റും. രജനീഗന്ധ രാത്രിയിൽ പൂക്കുന്ന ഒരു പൂവായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഏത് സീസണിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് യൂണിസെക്സ് ആണ്, രണ്ട് കൂട്ടർക്ക് ഉപയോഗിക്കാം. ഫ്ലോറൽ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന മെൻസിന് ഉപയോഗിക്കാം, വിമൻസിന് ഉപയോഗിക്കാം. രണ്ട് കൂട്ടർക്ക് ഉപയോഗിക്കാം. ഇതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾ 18 വയസ്സായാണെങ്കിലും 17 ആണെങ്കിലും വയസ്സ് ഏജിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പെർഫ്യൂം സ്യൂട്ട് ആവും. കാര്യം പൂക്കളുടെ മണം അന്നും ഇന്നും എന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മണമാണ് പൂക്കളുടെ മണം എന്ന് പറയുന്നത്. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ച് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമുള്ളവർക്ക് പൊതുവെ പൂക്കളുടെ മണങ്ങളും അവർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽ, വൈറ്റ് ഫ്ലോറൽസ്, ചെറിയൊരു ഫ്രൂട്ടി ടച്ച്, പിന്നെ ഒരു ഗ്രീൻ ടീ എലമെന്റ്. 3 നോട്ടാണ്. വൈറ്റ് ഫ്ലോറൽ ട്യൂബ്രോസ് മാത്രമല്ല, വേറെയും കുറേ നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി കിട്ടുന്നത് ഒരു വെളുത്ത നിറത്തിലുള്ള ബൊക്കെ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു വെള്ള നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞ ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടം. വെള്ള നിറത്തിലെ പൂക്കൾ മാത്രം നിറഞ്ഞ ഒരു പൂന്തോട്ടത്തിൽ കയറി ചെന്നാലുള്ള ഒരു അവസ്ഥയാണ് ഈ പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ. നമ്മുടെ കൺമുമ്പിൽ ഒരു ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട് ഒരു പൂ മൊട്ടിട്ട് അത് വിരിഞ്ഞ് അതിൽ മഞ്ഞ് പെയ്ത് കിടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മണം, അതായത് പൂക്കാലത്ത് വിടർന്നു നിൽക്കുന്ന പൂക്കളുടെ മണം, എൻ്റെ മനസ്സിൽ വരുന്ന അങ്ങനെയൊക്കെയാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫ്രഞ്ച് ഫ്ലവർ തന്നെയാണ്. പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു പെർഫ്യൂം. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഫ്ലോറൽ പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ ഫ്രഷായിട്ട് മണങ്ങളോട് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു പെർഫ്യൂം ഞാൻ ഹൈലി റെക്കമെൻഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന പെർഫ്യൂമാണ്. റാഡിക്കൽ റോസ് ട്രൈ ചെയ്തവർക്ക് അറിയാം ഇവരുടെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഓണ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ഫ്ലോറൽ പെർഫ്യൂമാണ് ഫ്രഞ്ച് ഫ്ലവർ, യാതൊരു സംശയമില്ല. ഓണ സമയത്ത് നിങ്ങളുടെ ഈ ഒരു, ഇപ്പോൾ കോളേജിലൊക്കെ ഇനിയിപ്പോൾ പൂക്കളവും പരിപാടിയും ഓഫീസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു മണം, ഫ്ലോറൽ സ്മെൽ. അവിടെ നിങ്ങൾ നാരങ്ങയുടെ ഓറഞ്ചിന്റെ മണം കഴിച്ചിട്ട് കാര്യമില്ല. കാരണം എല്ലാ ദിവസവും നിങ്ങൾ അടിക്കുന്ന എന്താണ്, ഈ ഓറഞ്ചിന്റെ ഈ നാരങ്ങയുടെയും പിന്നെ അക്വാട്ടിക് അല്ലെങ്കിൽ ഷവർ ജെല്ലിന്റെ ഒക്കെ മണം തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ. അടിച്ചടിച്ചടിച്ച് നിങ്ങൾക്ക് തന്നെ മടുത്ത്, നിങ്ങൾ അടുത്ത് നിൽക്കുന്നവർക്കും മടുത്ത്. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇത്തരം സാധനങ്ങളാണ്. അത് വല്ലപ്പോഴൊക്കെയാണ് നമുക്ക് ഇതുപോലുള്ള ഫെസ്റ്റിവൽ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ആ ഫെസ്റ്റിവലുമായിട്ട് ചേരുന്ന ടൈപ്പ് പെർഫ്യൂം ട്രൈ ചെയ്യണം. അപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ അതുപോലുള്ള പെർഫ്യൂംസ്, രാത്രിയിൽ ഉപയോഗിക്കേണ്ട അതുപോലുള്ള പെർഫ്യൂംസ്, ഇത്തരം പെർഫ്യൂം ഇതുപോലുള്ള ഫെസ്റ്റിവൽസിലൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, റാഡിക്കൽ റോസ് എപ്രകാരം പെർഫോം ചെയ്തോ അതുപോലെ തന്നെയാണ് ഇതിന്റെ പെർഫ്യൂം. വളരെ സ്ട്രോങ് ആണ് ഈ പെർഫ്യൂം. വളരെ പോട്ടന്റ് ആയിട്ടുള്ള ജ്യൂസ്, വളരെ സ്ട്രോങ്. അതൊരു ഈസി ആയിട്ട് ഒരു 10-12 മണിക്കൂർ നേരം നിൽക്കും. ഒരു 6-7 സ്പ്രേ മതിയാവും. പ്രൊജക്ഷനും അതുപോലെ 3-4 മണിക്കൂർ നേരത്തേക്ക് നല്ല പ്രൊജക്ഷൻ. അത് രാവിലെ ആയിക്കോട്ടെ, ഉച്ചയ്ക്ക് ആയിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, സ്ട്രോങ് പ്രൊജക്ഷനാണ്. യൂണിസെക്സ് ക്യാരക്ടർ, ലേഡീസ് ഇത് ട്രൈ ചെയ്യണം, അവർക്ക് നന്നായിട്ട് ചേരും. മെൻസിനും വൈറ്റ് ഫ്ലോറൽ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന മെൻസിനും ഇത് ചേരും. രണ്ട് കൂട്ടർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള പെർഫ്യൂം, ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം. പൊതുവെ നീഷ് പെർഫ്യൂമിന് അങ്ങനെ ഒരു പരാതിയുണ്ട്, പെട്ടെന്ന് വർക്കൗട്ട് ആകാറില്ല. പക്ഷേ ഇത്തരം മണങ്ങൾ വളരെ സിമ്പിൾ ആയതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാരൊന്നും ആരാണ് ഈ പാസ് ചെയ്ത് പോയത്, ഏത് പെങ്കൊച്ച ഈ പെർഫ്യൂം അടിച്ചാൽ ആരാ ഈ പെർഫ്യൂം അടിച്ചിട്ട് ഇപ്പോൾ പോയത് എന്നൊരു പ്രതീതി അവർക്കുണ്ടാവും. സോ സ്ട്രോങ് ആണ്, പെർഫോമൻസ് ഉണ്ട്, ഹൈ ക്ലാസ് സ്മെല്ല്, ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ സ്മെല്ല്, നിങ്ങളുടെ ഒരു മൂഡിനെയും നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെയും എൻഹാൻസ് ചെയ്യുന്ന ഒരു പെർഫ്യൂം. നിങ്ങൾ ആ പോകുന്ന ഒക്കേഷനിൽ ആ ഒരു ചടങ്ങ് ഏറ്റവും മനോഹരമാക്കാൻ ഈ ഒരു പെർഫ്യൂം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് അന്ന് കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടാനും കൂടുതൽ അറ്റൻഷൻ കിട്ടാനും ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് യൂണിസെക്സ് ആണ്. ഇതിന്റെ വില പറഞ്ഞ ഏകദേശം 16,500-17 അടുപ്പിച്ചാണ് ഇതിന്റെ വില വരുന്നത്. ചീപ്പായിട്ടുള്ള പെർഫ്യൂം അല്ല. 17,000-16,500 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. ഈ പെർഫ്യൂം വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ 5-6 സ്പ്രേ അടിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് മണം മറന്നു പോകാനുള്ള അവസ്ഥ കൂടുതലാണ്. കാരണം അത് വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് തലച്ചോറ് ആ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നത്. ഓൾ ഫാക്ടറി ഫാറ്റീഗ്, നോസ് ബ്ലൈൻഡ് ആവുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മണം കിട്ടില്ല, പക്ഷെ ചുറ്റും നിൽക്കുന്നവർക്ക് മണം കിട്ടും. സോ വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ പെർഫ്യൂം ഒരു റൂം ഫില്ലർ ആയിട്ടുള്ളൊരു പെർഫ്യൂം കൂടെയാണ്. റൂം ഫില്ലർ എന്ന് പറയുന്നത്, നിങ്ങൾ അടിച്ചിട്ട് ഒരു മുറിയിൽ ചെല്ലുമ്പോൾ ആ മുറി മുഴുവനും നിങ്ങളുടെ സാന്നിധ്യമായിരിക്കും. നിങ്ങൾ അവിടെ ചെന്നിറങ്ങിയ ഒരു മണം ആ മുറിയിലുണ്ടാവും. നിങ്ങൾ പോയാലും ആ മുറിയിൽ ആ മണം അവിടെ പതിഞ്ഞു കിടക്കും.
അപ്പോൾ നിങ്ങൾക്കൊരു സിഗ്നേച്ചർ പെർഫ്യൂം, ഒരു ഫ്ലോറൽ പെർഫ്യൂമിൻ്റെ ഒരു സിഗ്നേച്ചർ ആക്കണമെങ്കിൽ ഒരു ഏറ്റവും മികച്ച ഓപ്ഷനാണ് ഫ്രഞ്ച് ഫ്ലവർ. ഈ ഓണ സമയത്ത്, ഈ ഒരു ചൂടുള്ള ഈ ഒരു സമയത്ത് ഓണത്തിന് ഉപയോഗിക്കാൻ ഏറ്റവും മികച്ച ഒരു ഫ്ലോറൽ ബോംബ്, പൂക്കളുടെ മഹാവിസ്ഫോടനം, അതാണ് ഫ്രഞ്ച് ഫ്ലവർ. ഹൈലി റെക്കമെൻഡഡ് പെർഫ്യൂം. ട്രൈ ചെയ്യുക, 2 കൂട്ടരും ട്രൈ ചെയ്യുക. ഇതിൻ്റെ 2 ml, 5 ml, 10 ml ഡീക്കൻ്റ് ഉണ്ട്. ട്രൈ ചെയ്യണം. വർക്കൗട്ട് ആയാൽ ഫുൾ ബോട്ടിൽ വാങ്ങുക. ഫ്ലോറൽ പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ ഇത് ഫുൾ ബോട്ടിൽ വാങ്ങും, അത് യാതൊരു സംശയമില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം, എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.